ഉച്ചയായല്ലോടാ, ഒന്ന് വേഗമാകട്ടെ. എന്താടാ? ഞാനങ്ങ് വടക്കുള്ളതാ, കണ്ണൂര്. തോണിപ്പണി അറിയാം, ഒരു ജോലി കിട്ടിയാ കൊള്ളായിരുന്നു. എന്താ നിന്റെ പേര്? രാജൻ. അമരത്ത് നിൽക്കാമോ? ഓ, നിൽക്കാം. എടാ പത്രോസേ, നാരായണൻ വന്നില്ലല്ലോ, ആ പങ്കാളി അങ്ങോട്ട്. പോയിക്കോ പോയിക്കോ. ഇത് വന്ന് ഒരു പുതിയ ബോട്ടിന്റെ കോൺട്രാക്ട് ആണ്. മേരിയമ്മയുടെ ഒരു ഒപ്പ്. അവളിപ്പോ വരും. ഹലോ, സ്വാമിയിലെപ്പോ വന്നു? ഞാൻ വളരെ നേരമായിട്ട് ഈ ഫ്ലൈ ഓവറിന്റെ ചോട്ടിൽ വെയിറ്റ് ചെയ്യാണ്. നീ ഒന്ന് ഒപ്പിട്ട് കൊടുക്ക. ലക്ഷക്കണക്കിനുള്ള കോൺട്രാക്ട് ആണ്, ലാക്സ് ആൻഡ് ലാക്സ്. ഓ, ഞാനിവിടെ കാല് കുത്തിയതിന് ശേഷമായി ലക്ഷങ്ങളൊക്കെ ഉണ്ടായത് സ്വാമി. എവിടെയാ ഒപ്പിടേണ്ടത്? ഇവിടെ. അയ്യോ, സിനിമ തുടങ്ങി കാണും, നമുക്ക് പോകാം. ഏത് സിനിമയ്ക്കാണ്? എത്തിക്കുന്ന ഭംഗിയായിരിക്കും. ഞങ്ങൾ ഇംഗ്ലീഷ് സിനിമയ്ക്ക് പോകും. എക്സസൈസ്. ഓ, മൾട്ടിപ്ലിക്കേഷൻ, ഗണിതകഥയായിരിക്കും. അല്ല സ്വാമി, പ്രേതകഥയാ, എക്സോസിസ്റ്റ്. പപ്പ, തങ്കശ്ശേരിക്കടുത്ത് ചാകര വേണ്ടിട്ടുണ്ട്. നാരന. ആ, ചെമ്മീന്റെ വില ഫെന്റാബിൾസ് ആയിട്ട് കൂടും. ദാറ്റ് മീൻസ് വള്ളക്കാർക്ക് കൊയ്ത്തായി എന്നർത്ഥം. ഈ പ്രാവശ്യം കൊയ്യാൻ പോകുന്ന നമ്മളാ. ഞാൻ ബോട്ടുകളൊക്കെ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞു. എടാ മോനെ, വള്ളക്കാരുടെ അടുത്തേക്ക് ബോട്ട് അയച്ചാൽ കുഴപ്പമാവില്ലേ? വെറുതെ എന്തിനെ മാരണമൊക്കെ വരിച്ച് തലേ കയറ്റുന്നു? അപകടം വള്ളക്കാർക്കല്ലേ പപ്പ, അവര് പോയി തുലയട്ടെ. എടാ കുര്യാക്കോസ് അറിഞ്ഞാൽ വഴക്ക് പറയും. അങ്കിളിനോടൊന്ന് ചുമ്മാ ഇരിക്കാൻ പറയണം പപ്പ. 60 രൂപയാണ് നാരനിപ്പോ വില. കറക്റ്റ്. നമുക്ക് വള്ളക്കാരല്ല, വെള്ളക്കാരാണ് ഇമ്പോർട്ടൻറ്റ്. സിനിമ തുടങ്ങി കാണും, നമുക്ക് പോകാമെന്നേ. എന്റെ അമ്മ ഒരു ക്യാബിനെ നടത്തുകയായിരുന്നു. ഹോട്ടലിൽ ഒരു ചെറിയ ക്യാബിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. രാത്രിയിൽ എന്നെ തനിച്ചാക്കിയിട്ട് അമ്മ പോകും. ഹാളിൽ നിന്ന് പുലരുവോളം അവരുടെ ചിലങ്കയുടെ ശബ്ദം കേൾക്കുമായിരുന്നു. ഉണർന്നിരിക്കുന്ന ആ ഏകാന്തതയിൽ അമ്മ വാങ്ങിച്ചെന്ന ഒരു ഗിറ്റാറായിരുന്നു എന്റെ ഏക ആശ്വാസം. എന്റെ വേദന മറക്കാൻ ഞാനതിൽ മീട്ടി. ആ ശബ്ദം എന്റെ ദുഃഖം ഏറ്റുവാങ്ങിയതുപോലെ. ഞാൻ വളർന്നു അങ്ങനെയാണ്, ഒരു ഗായകനായതും. ജോസിന്റെ പാട്ടുകളിലൊന്നും തന്നെ ഈ ദുഃഖമില്ലല്ലോ. ഇന്നെനിക്ക് പണമുണ്ട്, പ്രശസ്തിയുണ്ട്, സ്നേഹിക്കാൻ സുന്ദരിയായ പെൺകുട്ടിയും. റോസിലിനെ കണ്ടുമുട്ടുന്നവരെ സ്നേഹത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ജോസിന്റെ ഈ സ്നേഹം എന്നും എനിക്ക് വേണം. പ്രോമിസ്? പ്രോമിസ്. Hey Nat, you must come sharp 6:30, okay? I'll try. നിനക്ക് എന്റെ മോളെ ഇഷ്ടമാണോടാ? ഡാഡി, നിന്നോടാണ് ചോദിച്ചത്. കയറൂ. കയറാൻ.
ഇതാണ് എന്റെ അമ്മ. മനസ്സിലായി. ആരാണ് ഈ ചെക്കന്റെ തന്ത? നിങ്ങളൊഴിച്ച് ഏത് പുരുഷനുമാകാം. പാടി. ഉള്ള മീനെല്ലാം ഇങ്ങനെ ബോട്ടുകാരെ അരിച്ചെടുത്താൽ പിന്നെ നമ്മൾ വെള്ളം ഇറക്കിയിട്ട് എന്താ കാര്യം? ഇന്നലെ വള്ളത്തിൽ പോയ പുത്തന്തറക്കാരുടെ 3 വലകളാണ് ബോട്ടിന്റെ പ്രൊപ്പറൽ ചുറ്റി കീറി നശിച്ചു പോയത്. വലയല്ലേ പോയുള്ളൂ. നാളെ വള്ളവും അതിലിപ്പോ നമ്മളെ ഒമാരെ നശിപ്പിക്കും. പിന്നെ എന്ത് ചെയ്യണമെന്നാ? എതിർക്കണം. ബോട്ടുകാർ പുറംകടലിൽ പോട്ടെ. ഈ കടലോരത്ത് വലയിടാൻ അവരെ അനുവദിക്കരുത്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ അവർക്കത് കഴിയില്ല. കടലിൽ പോയി തല്ലും വാങ്ങിച്ച് വന്നിരിക്കുന്നു. നിന്നെയൊക്കെ എന്തിനു കൊള്ളാമടാ? വള്ളക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു മുതലാളി. എങ്കിൽ നമുക്ക് വലിയ ആൾക്കാർ വിളിച്ചു കൂട്ടവരെ. വള്ളക്കാരെ ഇങ്ങനെ വിട്ടാൽ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ല. ഒന്നിനെയും ബാക്കി വെക്കരുത്. പോ. ആരും ചത്തില്ലല്ലോ. ഒരു കാര്യം ചെയ്യേ, നമ്മുടെ ആൾക്കാരെ ആശുപത്രിയിലേക്കാക്ക്. ആ കാര്യം ഞാൻ ഏറ്റത്. എന്താ? നമ്മുടെ ബോട്ട് ജോലിക്കാരും വള്ളക്കാരും തമ്മിൽ കടപ്പുറത്ത് വെച്ചൊരു വഴക്ക്. കാര്യം വള്ളക്കാർ വലയിടുന്നിടത്ത് നമ്മുടെ ബോട്ട് ചെല്ലാൻ പാടില്ലെന്ന്. പാടില്ല. ബോട്ടുകാർക്ക് പുറംകടലിൽ പോകാമല്ലോ. വള്ളക്കാർ വലയിടുന്നിടത്ത് എന്തിനു പോകണം? അതിനവര് കടലിൽ വെച്ച് നമ്മുടെ ജോലിക്കാരെ തല്ലി. അതിനിപ്പോ പകരം തെളിച്ചതാണ്. പിന്നെന്താ വെറുതെ വിടണോ? അതിർത്തിരിക്കാനും ഭാവം വെക്കാനും കടൽ അവരുടെ അപ്പന്മാരുടെ വകയാ. അതേടാ, രാവും പകലും നോക്കാതെ വെയിലും മഴയും വകവയ്ക്കാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കടലിൽ പോകുന്നുണ്ട് വകയാടാ കടൽ. അത് നിനക്ക് നിന്റെ അപ്പനും മനസ്സിലാവില്ല. ചേട്ടാ, കടപ്പുറത്ത് ബഹളം. വള്ളക്കാരെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ വലിയ ബഹളമാണ്. ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട. അവരെ ഞാൻ സമാധാനപ്പെടുത്തിക്കോളാം. നിർത്താൻ കണ്ടോ മുതലാളി? തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണ്. കുറ്റം ഞാൻ സമ്മതിക്കുന്നു. മുതലാളി ഇത് കണ്ടോ മുതലാളി? നിങ്ങളുടെ ആൾക്കാരിയുടെ വേലയാണ്.
എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം. നിങ്ങളെല്ലാം കൂടി ഓഫീസിലേക്ക് വരും. നീ ആൻഡ്രൂസിന്റെ മോനല്ലേ? നീയും പോയോ തല്ലിന്? വാങ്ങിച്ചോ. നിന്റെ പേരെന്താടാ? പീറ്റർ, പഴമ്പള്ളിയില്. പഴമ്പള്ളിയിൽ ഔസപ്പിന്റെ പകന. വാങ്ങിച്ചോ. നിന്റെ പേരെന്താ? നീ ആരുടെ മോനാ? എനിക്ക് തന്തയില്ല. എന്തിനാ ഓരോരുത്തരുടെ ഊരും പേരും ചോദിക്കുന്നത്? ഇതാ പൈസ, ഇതാ പൈസ. ഈ പണം കൊണ്ട് മുമ്പ് തണ്ടും പങ്കായവും പിടിച്ച നിങ്ങളുടെ കൈവെള്ളയിലെ തലമ്പുകൾ മറയ്ക്കാൻ കഴിയില്ല. ഇതുകൊണ്ട് നിങ്ങൾ എന്നിൽ ഏൽപ്പിച്ച മുറിവുകളും കഴിയില്ല.